ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ സെൽഫ് ലവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒഴിവാക്കേണ്ട 10 ശീലങ്ങൾ, നമ്മുടെ ലൈഫിൽ നിന്നേ നമ്മൾ ഒഴിവാക്കേണ്ട 10 ശീലങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. സെൽഫ് ലവ് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. നമുക്ക് നമ്മുടേതായ ഒരു വില നമുക്കുണ്ടാവും. നാം നമ്മെ സ്വയം മതിപ്പുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾക്കല്ല, നമ്മുടെ വാക്കുകൾക്ക് നമുക്ക് പവർ വരും. അവരുടെ വാക്കുകൾ, അവർ നിന്നെ അങ്ങനെ കൊള്ളില്ല, നിന്നെ ഇങ്ങനെ കൊള്ളില്ല, നീ അതിന് മതിയായവരല്ല, നീ ഇതിന് മതിയായവരല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വാല്യൂ വരുന്നത് സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. നാം നമ്മെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സെൽഫ് ലവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മെ തന്നെ നമ്മൾ സ്വയം പോയെങ്കിലും ചില ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പാടെ ഒഴിവാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കമ്പാരിസൺ. നമ്മൾ കമ്പയർ ചെയ്യാണ്. കാരണം മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ സവിശേഷതയും ഓരോ ശരീരപ്രകൃതിയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നാം നമ്മയെ പറ്റി സ്വഭാവങ്ങളെ പറ്റി കമ്പയർ ചെയ്യാറുണ്ട്, സൗന്ദര്യത്തെ പറ്റി കമ്പയർ ചെയ്യാറുണ്ട്, സാമ്പത്തിക സ്ഥിതിയെ പറ്റി കമ്പയർ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. ഈ കമ്പാരിസൺ നാം പാടെ ഒഴിവാക്കണം. 2, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊത്ത് ജീവിക്കുക. അത് ഒഴിവാക്കുക. കാരണം നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം വേണം. എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാനിത് ചെയ്യുമ്പോൾ അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. 3, പെർഫെക്ഷനായി വാശി പിടിക്കുക. 100% പെർഫെക്റ്റായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യുകയുള്ളൂ, എനിക്ക് ഇതൊന്ന് ലഭിച്ചാലേ ഞാൻ അത് ചെയ്യുകയുള്ളൂ, എനിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ റെഡി ആവണം. അങ്ങനെ പെർഫെക്ഷനായിട്ട് നമ്മൾ വാശി പിടിക്കാതിരിക്കുക. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഭയത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഭയം പ്രകൃതി തന്ന, അതായത് സ്വയം രക്ഷയ്ക്കായി പ്രകൃതി തന്ന ഒരു അനുഗ്രഹമാണ് ഭയം എന്ന് പറയുന്നത്. അത് അനാവശ്യ ഭയങ്ങൾ നമ്മൾ കൊണ്ടു നടക്കും. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അവിടെ അങ്ങനെ വെച്ചേക്കും. ഭയം മൂലം ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ വെറുതെ ഭയക്കുക, ആദ്യം ഇടിക്കുകയോ ആദ്യം തട്ടുകയോ, അങ്ങനെ വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് ഒരുപാട് ക്രൗഡിനെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, അയ്യോ ഞാൻ വിജയിക്കുമോ, കഴിവുള്ളവരായിരിക്കാം. പക്ഷേ ഈ ഭയം നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കും. സ്വയം അവിശ്വസിക്കുക, അതായത് ഏതൊരു സാഹചര്യത്തെയും മറികടക്കാനുള്ള ആത്മവിശ്വാസമുള്ളവരായിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ വരും. അപ്പം നമ്മൾ എന്താക്കണം, നല്ലൊരു കോൺഫിഡൻറ്റോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്വയം വിശ്വസിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. എനിക്കിത് റിക്കവർ ചെയ്യാൻ കഴിയും, ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്കത് അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. കാരണം നമ്മൾ അഫർമേഷനും സെൽഫ് ലവും നമുക്ക് പ്രത്യേകിച്ച് ഗോളും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണല്ലേ. അപ്പോൾ പെട്ടെന്നൊരു ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് കടന്നു വരുന്ന സമയത്ത് പതറിപ്പോവാതെ നമ്മൾ വീണ്ടും അതിലേക്കൊക്കെ എത്തുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ സ്വയം തീരുമാനം എടുക്കാനുള്ള മടി, അതായത് മറ്റുള്ളവരുടെ തീരുമാനം എടുക്കാനുള്ള മടി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊത്ത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാറ്റി വയ്ക്കുക. സ്വയം തീരുമാനം എടുക്കണം. നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിലോ നിന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതേപോലെ ചെറിയ സന്തോഷങ്ങളെയൊക്കെ അവഗണിക്കാതിരിക്കുക. നമ്മുടെ ലൈഫിൽ ചെറിയ സന്തോഷങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷെ അതൊക്കെ നമ്മൾ ആഘോഷിക്കുക. നമ്മൾ ആഘോഷിക്കും തോറും പുതിയ വലിയ കാര്യങ്ങൾ ആഘോഷിക്കാനുള്ള അവസരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക, പരാതികൾ നിർത്തുക, പകരം അഭിനന്ദനങ്ങൾ കൊടുക്കുക, സ്വയം സ്നേഹിക്കുക, അഫർമേഷൻ ഡെയിലി പറയുക, ഗോൾ സെറ്റ് ചെയ്യുക, കറക്റ്റ് പ്ലാൻ ചെയ്ത് ആ ഗോളിനൊത്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഫോർഗീവ്നെസ് കൊടുക്കേണ്ട സ്ഥലത്ത് ഫോർഗീവ്നെസ് കൊടുക്കുക, ക്ഷമ കൊടുക്കേണ്ട സമയത്ത് ക്ഷമ കൊടുക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം സ്റ്റെപ്പായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രാക്ടീസുകളൊക്കെ സാധിക്കും. അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.